ചില ആഴ്ചകളിലായി നമ്മുടെ ജീവിതത്തിൽ നിന്ന് നാം ചെയ്തിട്ടുള്ള സൽക്കർമ്മങ്ങൾ നഷ്ടപ്പെടുന്ന ചില ദുസ്വഭാവങ്ങളെ കുറിച്ചുള്ള സംസാരങ്ങളായിരുന്നു നാം നടത്തിയിരുന്നത്. ഈ ദുസ്വഭാവങ്ങൾ നമ്മിലെല്ലാവരിലും, ഞാനടക്കമുള്ള നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും പലപ്പോഴായി സംഭവിക്കുന്നതും വരുന്നതുമായ കാര്യങ്ങളാണ്. എന്നാൽ ഇതൊരു ദുസ്വഭാവമാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ഒരു പരിധിവരെ ഇങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ ഒഴിവാക്കാനോ അതല്ലെങ്കിൽ കുറച്ചൊക്കെ കുറച്ചു കൊണ്ടുവരാനോ നമുക്ക് സാധിക്കണം എന്നതാണ് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. മഹാനായ ഉഖ്ബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, ഖുൽതു യാ റസൂലല്ലാഹ് മൻ നജാത്ത്. അദ്ദേഹം പ്രവാചകനോട് ചോദിക്കുന്നത്, പ്രവാചകരെ, ആർക്കാണ് നാളെ പരലോകത്ത് നരകത്തിൽ നിന്ന് രക്ഷയുള്ളത്? നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്ന ആളുകൾ ആരാണ്? ഈ ചോദ്യത്തിന് പല സന്ദർഭങ്ങളിലായി പല ഉത്തരങ്ങൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയും പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ 3 കാര്യങ്ങൾ അദ്ദേഹത്തോട് സൂചിപ്പിക്കുകയാണ്. ഈ 3 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം, എങ്കിൽ പ്രതാപശാലിയായ അള്ളാഹുവിൽ നിന്ന്, അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് നാളെ പരലോകത്ത് നിങ്ങൾക്ക് രക്ഷപ്പെടാം. ഒന്നാമതായിക്കൊണ്ട് അള്ളാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞ ഉത്തരം, അംസിക് അലൈക ലിസാനക്. നീ ചില സന്ദർഭങ്ങളിൽ, ചില സമയങ്ങളിൽ നിന്റെ നാവിനെ നീ പിടിച്ചു വെക്കേണ്ടതുണ്ട് എന്നതാണ്. മനുഷ്യരെന്ന നിലക്ക് നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലൂടെ ഒക്കെ സൂചിപ്പിച്ചതുപോലെ ജനറ്റിക്കായി, അതല്ലെങ്കിൽ നാം വളർന്ന കുടുംബത്തിന്റെ, മാതാപിതാക്കളുടെ, സമൂഹത്തിന്റെ, നാടിന്റെ ഒക്കെ സംസ്കാരത്തിന്റെ ഭാഗമായി നാവിന്റെ ഉപയോഗം വ്യത്യസ്തങ്ങളായ രൂപത്തിലുള്ള ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും. അപ്പൊ നമുക്കൊക്കെ തന്നെ, ഞാനടക്കമുള്ള നമുക്കൊക്കെ നമ്മുടെ നാവിന്റെ ഉപയോഗം എങ്ങനെയാണ് എന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ അടുത്തൊരു ഉത്തരം ഉണ്ടാവും. അപ്പൊ ചിലതൊക്കെ എന്റെ സംസാരങ്ങളിൽ അധികമാണ്, ചില കാര്യങ്ങളൊക്കെ ഞാൻ പറയാൻ പാടില്ലാത്തതാണ് എന്ന് നമുക്കൊരു ബോധ്യം വന്നു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മുടെ നാവിനെ നമുക്ക് പിടിച്ചു വെക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് റസൂല് പറഞ്ഞത്, നാവിനെ നിയന്ത്രിക്കണം എന്നതിലപ്പുറം ആ പദം അംസിക് അലൈക ലിസാനക്, നീ നിന്റെ നാവിനെ ചിലപ്പോൾ നീ പിടിച്ചു വെക്കണം. അംസക്കാനൊക്കെ പറഞ്ഞ അങ്ങനെ പിടിക്കണീന പറയാം. ചില സന്ദർഭങ്ങളിൽ നീ നിന്റെ നാവിനെ പിടിച്ചു വെക്കണം, എങ്കിൽ നിനക്ക് പരലോകത്ത് അള്ളാഹുവിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാം എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് കൊടുത്ത 3 ഉപദേശങ്ങളിൽ ഒന്നാമത്തെ ഉപദേശം അതാണ്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ വ്യക്തിത്വം രൂപപ്പെടുത്തുന്നതിൽ നാവിന് വലിയ പങ്കുണ്ട്. അത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും. ചില കാര്യങ്ങൾ പറയേണ്ടടുത്ത് പറയുകയും പ്രതികരിക്കുകയും മാന്യമായി ആ വിഷയത്തെ സമീപിക്കുകയും ചെയ്യുന്നതും നാവുകൊണ്ടാണ്. അപ്പൊ അവിടെ നമ്മൾ മിണ്ടാതിരിക്കണമെന്നില്ല. എന്നാൽ ചില സന്ദർഭങ്ങളിൽ സംയമനം പാലിക്കുകയും ചില കാര്യങ്ങളെ സംയമനത്തോടുകൂടി ഇടപെടുകയും ചെയ്യുമ്പോഴും ഒരു മനുഷ്യന്റെ വ്യക്തിത്വം അതിലൂടെ വളരും എന്നതാണ് മതത്തിന്റെ കാഴ്ചപ്പാട്. അതുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിരി. നിങ്ങൾ ആലോചിച്ചു നോക്കുക, ആ പ്രയോഗങ്ങളൊക്കെ. ആർക്കെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വാസമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടോ? നിങ്ങൾക്ക് അള്ളാഹുവിന്റെ പരലോകത്തിൽ വിശ്വാസമുണ്ടോ? ഫൽയഖുൽ ഖൈറൻ, എങ്കിൽ നിങ്ങൾ നന്മ പറയണം, നിങ്ങൾ നല്ലത് പറയണം. നിങ്ങൾ സംസാരിക്കുന്ന സംസാരം സദുദ്ദേശത്തോടു കൂടിയാകണം. അത് പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. നമ്മളൊരു സദസ്സിൽ, ഒരു സന്ദർഭത്തിൽ, ഒരു വിഷയത്തിൽ, ഒരു പ്രശ്നത്തിൽ ഒരു കാര്യം നമ്മൾ പറയുമ്പോൾ അതിൽ നമുക്കൊരു ദുരുദ്ദേശം ഉണ്ടാകരുത്. എനിക്ക് ഈ സംസാരം കൊണ്ടൊന്ന് ആളാകണം, അതല്ലെങ്കിൽ ഞാനൊന്ന് അറിയപ്പെടണം, എന്റെ സംസാരത്തിലൂടെ എല്ലാവരും എന്നെ ഒന്ന് ശ്രദ്ധിക്കണം, ഇതൊക്കെയാണ് ദുരുദ്ദേശം എന്ന് പറയാം. നമ്മൾ അതിലൂടെ ഒരു ദുരുദ്ദേശം ഉണ്ടാകരുത്. നമ്മൾ പറയുന്ന സംസാരത്തിന് സദുദ്ദേശം ഉണ്ടാകണം. അതുകൊണ്ട് നിങ്ങൾ നല്ലത് പറയണം.
ഔ അല്ലെങ്കിൽ യസ്മുത്, നിങ്ങൾ മിണ്ടാതിരിക്കണം. അല്ലാഹു റസൂൽ പറഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ മിണ്ടാതിരുന്നാ മതി. ആ സദസ്സിൽ, ആ സന്ദർഭത്തിൽ, ആ പ്രശ്നത്തിൽ മൗനമെന്നത് അതൊരായുധമാണ്. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ സൂചിപ്പിക്കുകയാണ്. മറ്റൊരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ലാ യസ്തഖീമു ഈമാനു അബ്ദിൻ ഹത്താ യസ്തഖീമ ഖൽബഹു. ഒരു മനുഷ്യന്റെ ഈമാൻ എന്നത് ക്ലിയർ ആകുന്നത്, ശുദ്ധമാകുന്നത് ഒരാളുടെ മനസ്സ് ശരിയാകുമ്പോഴാണ്. ഒരാളുടെ മനസ്സിനെ, ഇച്ഛയെ, ചിന്തയെ, ആലോചനയെ, ഇതിനെയൊക്കെ ശരിയാക്കി എടുക്കുമ്പോഴാണ് ഒരാൾ നല്ലൊരു ഈമാനുള്ള ആളായി തീരുക. അതല്ലെങ്കിൽ പുറമെ ഒന്നും ഉള്ളിൽ വേറൊന്നും ആയിരിക്കും. വലാ യസ്തഖീമ ഖൽബുഹു, ഒരാളുടെ ഹൃദയം ശരിയാകുന്നില്ല. ഹത്താ യസ്തഖീമ ലിസാനുഹു, ഒരാളുടെ നാവ് ശരിയാകുന്നത് വരെ. അപ്പൊ ഒരാളുടെ ഈമാൻ ക്ലിയർ ആകുന്നത്, ശരിയാകുന്നത് ഒരാളുടെ നാവ് നന്നാകുമ്പോഴാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്നിട്ട് അതിന് ചേർത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, വലാ യദ്ഖുലുൽ ജന്നത, ഒരു മനുഷ്യൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുകയില്ല, ഹത്താ യഅ്മന ജാറുഹു ബവാഇഖഹു, അവന്റെ അയൽവാസിക്ക് അവൻ നിർഭയത്വം നൽകുന്നത് വരെ. അപ്പൊ അത് നാവുമായി ബന്ധപ്പെട്ട ഒന്നാണ്. പല അയൽവാസികൾ തമ്മിലുള്ള ബന്ധങ്ങളും ശിഥിലീകരിക്കപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം നാവാണ്. അതല്ലാതെ ആളുകൾ അവൻ ഇന്നെ കാര്യം എനിക്ക് തന്നില്ല, ഞാനത് കൊടുത്തില്ല എന്ന പരാതി കുറച്ചുണ്ടാവും. പല ബന്ധങ്ങളും ശിഥിലമായി പോകുന്നത്, നഷ്ടപ്പെടുന്നത് നാവുകൊണ്ടാണ്. കുടുംബങ്ങളിൽ തന്നെ നമ്മളൊന്ന് എടുത്ത് ആലോചിച്ചു. ഒരു ഭാര്യയെ സംബന്ധിച്ചിടത്തോളം, ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഒരു വിധമൊക്കെ ഒരു ഭർത്താവിന്റെ സംസാരം, അല്ലെങ്കിൽ ഭർത്താവിന്റെ കുടുംബത്തിന്റെ സംസാരം, ഇതൊക്കെ സഹിക്കാനും ക്ഷമിക്കാനുമുള്ള കഴിവ് അവൾക്കുണ്ട്. എന്നാൽ പലപ്പോഴും പല സ്ത്രീകളും പ്രയാസമായി കൊണ്ട് പറയുന്ന ഒരു സംഗതി എന്താണെന്നറിയോ? എന്തെങ്കിലും എന്റെ ജീവിതത്തിൽ ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാൽ ആ നാവ് കൊണ്ട് പിന്നെ സംസാരിക്കാറുള്ളത് എന്റെ ഉമ്മയെ കുറിച്ചാണ്, എന്റെ ഉപ്പയെ കുറിച്ചാണ്, എന്റെ കുടുംബത്തെ കുറിച്ചാണ്. അപ്പൊ ആ നാവ് ശരിയല്ലല്ലോ. നമ്മൾ ജീവിതത്തിൽ എന്തെങ്കിലും സംഭവിക്കുമ്പോഴേക്ക് നമ്മൾ ഒരു ബലിഷ്ഠമായ കരാറിലൂടെ വീട്ടിലേക്ക് കൊണ്ടുവന്ന നമ്മുടെ ഭാര്യയുടെ ഉമ്മയെ, ഉപ്പയെ, അവളുടെ കുടുംബത്തെ വളരെ മോശമായി സംസാരിക്കുക എന്നത് ശരിയല്ല. മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം സുദൃഢമാണ്. മക്കൾക്ക് എല്ലാ കാര്യങ്ങളും ക്ഷമിച്ചു കൊടുക്കാനുള്ള കഴിവ് മക്കളുടെ കാര്യത്തിൽ ക്ഷമിച്ചു കൊടുക്കാൻ മാതാപിതാക്കൾക്ക് കഴിയും. പക്ഷെ ചില സംസാരങ്ങൾ, ചില മക്കള്, ഇനി നിങ്ങൾ മിണ്ടാതിരുന്നോളിട്ടോ, എന്റെ കാര്യങ്ങളൊക്കെ നോക്കാനുള്ള പക്വതയും പാകതയും എനിക്കായിട്ടുണ്ട്, നിങ്ങൾ എന്റെ വിഷയത്തിൽ ഇനി ഇടപെടരുതിട്ടോ എന്നൊരു മകൻ ഒരു ഉപ്പയോട് പറഞ്ഞാൽ അത് വല്ലാത്ത ഒരു വാക്കാണ്. അതാണ് നാവ് എന്ന് പറഞ്ഞ. നാവാണത്, അത് ആയുധമല്ല, നാവെന്ന ആയുധമാണ്. മാതാപിതാക്കളോടും തന്നെ നിങ്ങൾ എന്തു പറഞ്ഞാലും പ്രസവിച്ചതിന്റെ കണക്കും മുലയൂട്ടിയതിന്റെ കണക്കും നോക്കിയതിന്റെ കണക്കും നിങ്ങൾ കുറെ കാലമായി ഇത് പറയാൻ തുടങ്ങിയിട്ട് എന്ന് ഉമ്മയോട് ഒരു മകൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് വല്ലാത്തൊരു സംസാരമാണ്. അപ്പൊ ഇങ്ങനെയുള്ള സംസാരങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പുതിയ കാലത്തിന്റെ പ്രത്യേകത, എല്ലാവരും വിദ്യാസമ്പന്നരാണ്. കുടുംബപരമായി ഒരു പ്രശ്നം വന്നപ്പോ ഒരു പെൺകുട്ടി വളരെ സങ്കടത്തോടു കൂടി ഒരു ഭർത്താവ് പറയാ, അവൾ എന്നോട് അവസാനം പറഞ്ഞൊരു വാക്കുണ്ട്, ഞാന് ഡിഗ്രിയും PGയും സർട്ടിഫിക്കറ്റും ഒക്കെ എടുത്തത് കാലാകാലങ്ങളൊപ്പം തന്നെ കഴിയുന്നുള്ള ഉറപ്പിലൊന്നല്ല, നിങ്ങളല്ലെങ്കിൽ എനിക്ക് വേറൊരാളെ കിട്ടും, വേറെ പലതും പറഞ്ഞു കാണും, പലതും ചെയ്തു കാണും. അപ്പൊ അതൊരു സംസാരമാണ് ഭർത്താവിനോടുള്ള. അതാണ് നാവ് എന്നത് മൂർച്ചയേറിയ ഒരു ആയുധമാണ്. അതുകൊണ്ട് ഞാനടക്കം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ് നാവ്. അപ്പോഴാണ് നമുക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉഖബത്ത് ഇബ്നു ആമിർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. സത്യല്ലേ? ഒരു കവി പാടിയിട്ടുണ്ട്, ഇന്ന സുകൂത സലാമത്തുൻ വലി റുബ്ബമാ സർഉൽ കലാമി അദാവതൻ വലിറാറാ ഫഇന്നദംത അലാ സുകൂതിക മറതൻ വലിയ ആശയമാണ് കവി പറയുന്നത്. ഇന്ന സുകൂത സലാമത്തുൻ, മൗനം എന്നത്
നിനക്ക് ചില സമയങ്ങളിൽ ഒരു സംരക്ഷണമാണ്. എത്രയെത്ര സംസാരങ്ങളാണ് ശത്രുതയും ഉപദ്രവവും വിതച്ചിട്ടുള്ളത്. ശത്രുതയും ഉപദ്രവവും വിതച്ച എത്രയെത്ര സംസാരങ്ങളാണ്. നിന്റെ മൗനം കൊണ്ട് ഒരു പ്രാവശ്യമേ നിനക്ക് ഖേദമുണ്ടാവുകയുള്ളൂ. നിന്റെ മൗനം കൊണ്ട് ഒരു പ്രാവശ്യം ഖേദമുണ്ടാവുകയുള്ളൂ. നമ്മളിങ്ങനെ ഒന്ന് നന്നാകാം, നാവൊക്കൊന്ന് ശരിയാക്കാം എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഒന്ന് ഉഷാറാകാന്ന് വിചാരിക്കുമ്പോ നമ്മുടെ പ്രകൃതം വെച്ചൊരു കാര്യം നമ്മളോട് പറയുമ്പോ നമ്മളവിടെ മിണ്ടാതെ നിൽക്കും. ഒരു പക്ഷേ ഉണ്ടാതെ, പക്ഷെ നമുക്ക് ഇങ്ങോട്ട് അതിങ്ങനെ സഹിക്കണില്ല, മറുപടി പറയാനിട്ട് സഹിക്കണില്ല. പക്ഷെ നമ്മളവിടെ മിണ്ടാതെ അപ്പൊ സഹിക്കാത്തത് നമുക്കൊരു ഇടങ്ങേറുണ്ട്. നമ്മൾ തിരിച്ചു പറയാത്തത് എത്രയേ ഉള്ളൂ, ഒരു പ്രാവശ്യം. പക്ഷെ 2 ദിവസം കഴിഞ്ഞ് എന്താ ആലോചിക്കാന്നറിയോ? എന്നാൽ നിന്റെ സംസാരം കൊണ്ട് പല പ്രാവശ്യം നിനക്ക് ഖേദിക്കേണ്ടി വരും. ചില സമയത്തൊക്കെ മൗനം പാലിച്ചാൽ ഇടങ്ങേറുണ്ടാവും. അതാ ഞാൻ പറഞ്ഞത്, ജനറ്റിക്കായി പ്രകൃതിപരമായി നമ്മൾ വളർന്ന കുടുംബപരമായ പശ്ചാത്തലത്തിൽ ഒന്നുകൂടെ പറഞ്ഞ 2 എണ്ണം പറയുക എന്നതായിരിക്കും നമ്മുടെ സ്വഭാവം. പക്ഷെ നമ്മളവിടെ മിണ്ടാതിരുന്നാൽ അപ്പോൾ പ്രയാസം ഉണ്ടാവും. പക്ഷേ അല്ലെങ്കിലോ ഒരുപാട് പ്രയാസങ്ങൾ നിനക്കുണ്ടാക്കും എന്ന് ഈ കവി പറയുകയാണ്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന ധാരണ നമുക്കുണ്ടായാൽ മതി. പൂർണ്ണമായി ഇത് പറഞ്ഞതുകൊണ്ട് ഞാനൊങ്ങളൊന്നും ഇപ്പൊ നമ്മളെല്ലാ സ്വഭാവമൊന്നും മാറിക്കോണമെന്നില്ല. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒന്നാണ്, ഇതൊക്കെ മതപരമായി ശ്രദ്ധിക്കേണ്ട ഒന്നാണ് എന്ന ബോധ്യം നമുക്കുണ്ടായാൽ മതി. പ്രവാചകന്റെ മിഅ്റാജ് യാത്ര നമ്മൾ റജബിലാണുള്ളത്. മിഅ്റാജ് നടന്നത് 2-3 മാസങ്ങൾ, അതിനെക്കുറിച്ച് അഭിപ്രായങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് നമുക്ക് വരും ആഴ്ചകളിൽ അത് സൂചിപ്പിക്കാം. പ്രവാചകന്റെ മസ്ജിദുൽ അഖ്സയിൽ നിന്ന് ആകാശാരോഹണം നടത്തിയ പ്രവാചകൻ ആ സന്ദർഭത്തിൽ കണ്ട കുറെ കാഴ്ചകളുണ്ട്. അതിലൊരു കാഴ്ച പ്രവാചകൻ ഇങ്ങനെ കാണുന്നു. ആ കാഴ്ച, ചില മനുഷ്യന്മാർ അവരുടെ ശരീരം ലഹും അൽഫാറും മിൻ നുഹാസിൻ, ചെമ്പു കൊണ്ടുള്ള നഖം കൊണ്ട് ശരീരം ഇങ്ങനെ മാന്തി പൊളിക്കുന്ന രംഗം അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, മൻ ഹൗലാഇ യാ ജിബ്രീൽ, ഇതാരാണ് ജിബ്രീൽ? ഖാല ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ഹൗലാഇ അല്ലദീന യഅകുലൂന ലുഹൂമൻ നാസി വയഖഊന ഫീ അഅറാദിഹിം. അതാരാന്നറിയോ? അത് യഅകുലൂന ലുഹൂമൻ നാസ്, ജനങ്ങളുടെ മാംസം കഴിച്ചവരായിരുന്നു. ആദിവാസികളാണെന്നല്ല, അല്ലെങ്കിൽ ആ സ്വഭാവക്കാരാണല്ല, അല്ലെങ്കിൽ പ്രാകൃത സമൂഹത്തിൽപ്പെട്ടവർ ആണ് എന്നല്ല. ജനങ്ങളുടെ മാംസം കഴിക്കാറുള്ള ഖുർആന്റെ പ്രയോഗമാണല്ലോ. അയുഹിബ്ബു അഹദുകും അൻ യഅകുല ലഹ്മ അഖീഹി മൈത, നിന്റെ സഹോദരൻ മരിച്ചു കിടക്കുമ്പോ അവന്റെ ശരീരത്തിലെ മാംസം കഴിക്കാൻ നീ ഇഷ്ടപ്പെടുന്നുണ്ടോ? എന്നിട്ടൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഫകരിഹ്തുമുഹു, ഇഷ്ടല്ലേ, വെറുപ്പാണല്ലേ. അപ്പൊ അതാണ് ഗീബത്ത് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ. അപ്പൊ ആ ജോലി എടുത്ത ആളുകളാണ്. വയഖഊന ഫീ അഅറാദിഹിം, അവരുടെ അഭിമാനത്തെ നിലംപരിശാക്കിയവരാണ്. ഒരാൾക്ക് ശരിയാക്കണം എന്ന് വിചാരിച്ചാൽ പുതിയ കാലത്ത് അതിന് ഒരുപാട് വഴികളുണ്ട്. ഇപ്പൊ AI സംവിധാനങ്ങളൊക്കെ വന്നപ്പോ ഒരാള് അതേപോലെ അയാൾ ചെയ്യുന്ന പ്രവർത്തനമായി ആളുകളിലേക്ക് എന്ത് ചെയ്യാ, എത്തിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ നല്ല അഭിപ്രായമുള്ള മനുഷ്യന്മാർ, സ്ത്രീകൾ, ഇവരെ കുറിച്ച് ഒരു 4 ആൾ മോശം പറയാൻ തുടങ്ങിയാൽ മതി, പിന്നെ അവർ പൊതുസമൂഹത്തിൽ മോശമായി. സോഷ്യൽ മീഡിയ ഒക്കെ വന്നപ്പോ ആർക്കും എന്തു എവിടെ എഴുതാം എന്നതായി. ഒരാളുടെ അഭിമാനത്തെ ക്ഷതപ്പെടുത്തുക എന്നത് വലിയ പ്രശ്നമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മിഅ്റാജ് യാത്രയിൽ കാണിച്ചു കൊടുക്കുകയാണ്. റസൂലിനെ കുറിച്ച് പറഞ്ഞ ഒരു വാക്ക്, ആരായിരുന്നു പ്രവാചകൻ? അതിന് ഒരു വ്യാഖ്യാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറയുന്നത്, ലം യകുൻ ഫാഹിഷൻ വലാ മുത്തഫഹിഷൻ, പ്രവാചകൻ ഒരിക്കലും വഷളത്തരങ്ങൾ പറഞ്ഞിരുന്നില്ല എന്നാണ്, വൃത്തികേടുകൾ പറഞ്ഞിരുന്നില്ല. വലാ സഖാബൻ ഫിൽ അസ്വാഖി, അങ്ങാടികളിൽ വെറുതെ ഒച്ചയും വിളിയും ഇട്ടിരുന്നില്ല. അതാണ് സഖാബൻ എന്ന് പറഞ്ഞാൽ. വലാ യജ്സി ബിസ്സയ്യിഅതു സയ്യിഅ, തിന്മ കൊണ്ട് തിന്മയെ നേരിട്ടിരുന്നില്ല. വലാകിൻ യഅഫു വയസ്ഫഹു, പ്രവാചകൻ വിട്ടുവീഴ്ച ചെയ്തു കൊടുക്കുകയായിരുന്നു ചെയ്തിരുന്നത് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവത്തെ കുറിച്ച് സൂചിപ്പിക്കുകയാണ്. അത് നബിന്റെ ഒന്നാണ്. വഷളത്തരം പറഞ്ഞിരുന്നില്ല, വൃത്തികേടുകൾ പറഞ്ഞിരുന്നില്ല.
പിന്നെയോ പ്രവാചകൻ മാന്യനായിരുന്നു എന്നതാണ് ഹദീസുകളിലൂടെ കാണാൻ സാധിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു ഹദീസുണ്ട്. ചില കാര്യങ്ങളൊക്കെ നമ്മൾ ചെറുപ്പം മുതലേ കേട്ട് കഴിഞ്ഞാൽ അത് കേൾക്കുമ്പോൾ നമുക്ക് അതിന്റെ ഒരു ഗൗരവം കുറയും. ചെറുപ്പം മുതലേ ഒരു കാര്യം ഇങ്ങനെ കേട്ടാലേ കേൾക്കുമ്പോൾ ഗൗരവം കുറയും. പക്ഷെ അത് ഗൗരവമാണ്. പ്രവാചകൻ സഹാബത്തിനെ കൂട്ടിയിരുത്തി ചോദിക്കാൻ, എന്റെ സമൂഹത്തിലെ, നമ്മുടെ സമൂഹത്തിലെ എല്ലാം നഷ്ടപ്പെട്ടവർ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? അത് ഗൗരവമുള്ളതല്ലേ? അപ്പൊ അവര് പറഞ്ഞു, പ്രവാചകരെ, ദിർഹമില്ലാത്തവർ, ദീനാറില്ലാത്തവർ, സൗകര്യങ്ങളില്ലാത്തവർ. പ്രവാചകൻ പറഞ്ഞു, അല്ല, അവരൊന്നും അല്ല, അവർക്കൊക്കെ സൗകര്യങ്ങളുള്ള ലോകം വരാണ്ടല്ലോ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മത്തി യഅതി യൗമൽ ഖിയാമ, എല്ലാം നഷ്ടപ്പെട്ടവർ നാളെ പരലോകത്ത് വരും. ബിസ്വലാത്തിൻ, നമസ്കാരം കൊണ്ട്, വസിയാമിൻ, നോമ്പ് കൊണ്ട്, വസകാത്തിൻ, സകാത്ത് കൊണ്ട്. ഇതൊക്കെ കൊണ്ടുവരിക. 5 വക്ത് നിസ്കരിക്കുന്നവർ, റമളാനിൽ വദമനുഷ്ഠിക്കുന്നവർ, കൃത്യമായി സകാത്ത് നൽകിയവർ, അതും കൊണ്ട് അള്ളാന്റെ അടുത്തേക്ക് വരും. അപ്പൊ കുറച്ചാളുകൾ വരും. പിന്നെ ആരാണ്? പിന്നെ അപ്പൊ കുറച്ചാളുകളുണ്ട് വരും. എന്നിട്ട് പറയും, ഖദ് ശതമഹാദ, ഇയാൾ എന്നെ ചീത്ത വിളിച്ചിട്ടുണ്ട്. വഖദഫഹാദ, ഇയാൾ എന്നെ കുറിച്ച് വ്യഭിചാരാരോപണം പറഞ്ഞിട്ടുണ്ട്. സ്ത്രീകളും പുരുഷന്മാരൊക്കെ വരും. ഒരടിസ്ഥാനമില്ലാതെ എന്നെ കുറിച്ച് പറഞ്ഞ ആളാണിത്. വസഫക ദമുഹാദ, എന്റെ രക്തം ചിന്തിയ ആളാണ്. പരാതിക്കാരും വരും, പ്രവർത്തനങ്ങളുമായിട്ട് ഒരാൾ വരും. അപ്പൊ അള്ളാഹു എന്ത് ചെയ്യുന്നറിയോ? ഹദീസിന്റെ ബാക്കി, ഇയാളുടെ നന്മകളൊക്കെ അവർക്ക് കൊടുക്കും. ഇയാളുടെ നോമ്പ്, ഇയാളുടെ നിസ്കാരം, ഇയാളുടെ സക്കാത്ത്, ഇതൊക്കെ കൊണ്ട് അവിടെ അതാണല്ലോ കിട്ടേണ്ടത്. അപ്പോഴാണല്ലോ ഇയാൾ രക്ഷപ്പെടുക. അപ്പോഴാണ് സ്വർഗത്തിൽ അതാ വേണ്ടിയത്, പൈസ അല്ലല്ലോ വേണ്ടിയത്, അമലാണ് വേണ്ടിയത്. അപ്പൊ അവർക്കൊക്കെ അമൽ എടുത്തു കൊടുക്കുന്ന, ഇയാളുടെ ഇത്ര നിസ്കാരം, ഇത്ര നോമ്പ്, ഇത്ര സക്കാത്ത്, ഇത് കൊടുത്തു കഴിഞ്ഞാലും വരിക്കുന്ന ആളുകൾ ബാക്കിയായിരിക്കും. ഇവർക്കൊക്കെ പരാതിയാണ്. അപ്പൊ പിന്നെ അവരുടെ തിന്മകൾ എടുക്കും. നീതി നടപ്പാക്കണ്ടേ? നീതി നടപ്പിലാക്കുന്ന ലോകമാണല്ലോ. അപ്പൊ അവരുടെ തിന്മകൾ എടുത്ത് ഇയാൾക്കും കൊടുക്കും. എന്നിട്ട് പിന്നെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നതാണ്. അപ്പൊ നാവ് എന്നുള്ളത് ഗൗരവമാണ്. അത് ഉപയോഗിക്കുന്നത് ശ്രദ്ധിക്കേണ്ടതാണ് എന്ന ബോധ്യം നമുക്കുണ്ടാകണം. അപ്പൊ അതിനൊരു പരിഹാരം പറഞ്ഞു. നമ്മുടെ ചില സംസാരങ്ങളിലൊക്കെ ചിലത് അധികമായി, സ്വാഭാവികമാണ്, മനുഷ്യനാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ മയ്യത്ത് മുന്നിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് നമ്മുടെ വാപ്പയോ നമ്മുടെ ഉമ്മയോ നമ്മുടെ ചേട്ടന്മാരോ പള്ളിയിൽ ഇമാമൊന്നും അല്ല മാപ്പ് വയ്ക്കണ്ടേ? അതൊക്കെ അതിന്റെ ഒരു ഭാഗമാണ്. ആരോടെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ പുറത്തു കൊടുക്കണം, സാമ്പത്തികമായി വല്ല ഇതൊക്കെ ഒരു സമാധാനത്തിന് വേണ്ടി പറയാം. അതൊക്കെ നമ്മൾ മരിക്കണേന്റെ മുമ്പ് പറഞ്ഞു തീർക്കേണ്ടതാണ്. ബാപ്പാനോടും ഉമ്മാനോടും സഹോദരന്മാരോടും സഹോദരികളോടും ജ്യേഷ്ഠനോടും അനിയനോടും അയൽവാസിയോടൊക്കെ അവിടെ ഒരു മടി ഉണ്ടായിരുന്നു. അവിടെ കുറച്ചൊരു മടി ഉണ്ടായാലും അത് പറഞ്ഞു തീർത്താൽ നാളെ പരലോകത്ത് നമുക്ക് പ്രയാസപ്പെടേണ്ടി വരില്ല എന്നതാണ് മതം പഠിപ്പിക്കുന്നത്. അപ്പൊ മതം എന്നത് ഒരു മനുഷ്യനെ നന്നാക്കാൻ, ദുസ്വഭാവങ്ങളിൽ നിന്ന് നന്നാക്കി ഒരു മനുഷ്യനെ പൂർണ്ണനാക്കാനുള്ള ഘടകങ്ങളാണ് വിശുദ്ധ ഇസ്ലാം പ്രദാനം ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.